ഒന്നും ആക്ടറാണ് രാജൻ പി ദേവന്റെ അങ്കിളാണ്. അങ്കിള് പറഞ്ഞു എന്നെ നശിപ്പിക്കാൻ, എന്റെ പേരുകളെ, തറവാടിന്റെ പേരുകളെ നടക്കുവാണ്. ടിക്കറ്റ് കിട്ടാണ്ട് ലോക്കൽ ട്രെയിനിൽ ഇരുന്ന് നിലത്ത് ഇരുന്ന് കോടമ്പക്കം എന്ന് പറഞ്ഞ ഉമാലോട്ടൊക്കെ ഇരുന്നിട്ട് വേറെ പേരിലെ അവിടെയൊക്കെ പോയിട്ട് 3, 4, 5 പേര് കണ്ട് ചാൻസ് ചോദിച്ച് കുറേ കണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ അഭിനയിക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ തന്നെ ചെറിയ കുഞ്ഞു റോളാണ്. നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനൊന്ന് അഭിനയിക്കുമ്പോൾ പറയാതെ വിളിച്ചെങ്കിലും എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ പേര് കളയുന്ന നിന്റെ അപ്പൻ്റെ പേര് കളയാൻ നടക്കാം, എനിക്കൊന്ന് ക്യൂന്ന് നിന്നിട്ട് ചെയ്യേണ്ട ആവശ്യം എന്തിനാണ് നിനക്ക് വീട്ടിൽ പോയി വേറെ ജോലി ചെയ്യും, അല്ലെങ്കിൽ അപ്പനെ പോയി സഹായിക്കും, എന്തിനാണ് നീ ഞങ്ങളെ ചോദിച്ചു. അപ്പോൾ 80-85 ദിവസം ഞാൻ വിജയുടെ കൂടെ കാവലൻ വേലായുധം, വിജയ് തന്നെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. 500 പശു ഞാൻ വേലായുധത്തിൽ അഭിനയിക്കുമ്പോൾ പാന്ന് പറഞ്ഞിട്ടൊരു 500 പശുക്കൾ കൊടുക്കുന്ന സ്ഥലത്തന്നെ പറഞ്ഞു വടക്ക് മലയിടുക്ക് ഉടക്ക് വളവ് തീർത്തു അടുക്കും നേരം തന്നെ അറിയാം പിശി അടിക്കും കാറ്റിനെന്ത് മണമാ. പാട്ട് കേട്ട് കൊറേ കേട്ടു. എന്നിട്ട് മമ്മൂക്കനൊക്കെ കേൾപ്പിച്ചു പാടിയത്. മമ്മൂക്കയും കേട്ടു ആ പാട്ട്. മമ്മൂക്കാരെങ്കിൽ ഞാൻ എൻ്റെ അമ്മ മരിച്ച സമയത്ത് 4ാമത്തെ ദിവസം എന്നെ കൊണ്ടൊരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിച്ചത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് രണ്ടും ലിജൻസ് ആണ്, രണ്ടും ഭയങ്കര ടാലന്റ് ആണ്. മമ്മൂക്ക കുറച്ചുകൂടെ വളരെ നോക്കിയും കണ്ടും ഇതൊക്കെ ചെയ്തിട്ട് ഓരോരുത്തരായിട്ടുള്ള അടുപ്പിക്ക് സൗഹൃദവും കാര്യങ്ങളും അടുപ്പിക്കും. എല്ലാവരായിട്ടും ഒരേപോലെ തന്നെ ആരാണ് എന്താണെന്ന് പോലും അറിയാണ്ട് അവരായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം ഒരു വയനാടൻ കഥ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു നമ്മുടെ സ്വന്തം ബൈജു ചേട്ടൻ. ചേട്ടൻ നമസ്കാരം. നമസ്കാരം. അപ്പോ ഒരു വയനാടൻ കഥയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എന്താണ് ശരിക്കും ഈ വയനാടൻ കഥ? വയനാടൻ കഥ എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ എന്ന് പറയുന്ന ആക്ഷൻ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമീർ ബഷീർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളിൽ 300+ സിനിമ ചെയ്യാൻ പറ്റി 36 വർഷം കൊണ്ട്. ബട്ട് ഒരു സിനിമയിൽ ആദ്യമായിട്ട് പ്ലേ ബാക്ക് ചെയ്യുന്ന സിനിമ എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട് ഇതിനകത്ത്. എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ടും സഹോദരനും മ്യൂസിക് ഡയറക്ടറുമായിട്ടുള്ള പ്രമോദ് സാരംഗ്, പുള്ളി എൻ്റെ നാട്ടുകാരൻ കൂടെയാണ്, എഴുപന്നക്കാരൻ കൂടെയാണ്. അങ്ങനെ പുള്ളി എന്നെ കൊണ്ട് ഈ സിനിമയിൽ പ്ലേ ബാക്ക് ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു ഇതുണ്ട്. 2 പാട്ടുകൾ ഈ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് പാടി. ഐ എം നോട്ട് സിംഗർ, ബട്ട് എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കോൺഫിഡന്റ് എന്റെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. ദാറ്റ്സ് ഹീറോ ആൻഡ് പ്രൊഡ്യൂസർ ഡയറക്ടർ അമീർ ബഷീർ കൂടെ പുള്ളിയുടെയും കൂടെ സപ്പോർട്ട് കൂടെ ഉണ്ടായപ്പോൾ സോ അത് എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റി. പക്ഷെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറെ കൂടെ ബെറ്റർ ആക്കി വീണ്ടും പാടാം എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും ഉള്ള ഒരു മാസ് എന്റർടൈനർ ആണ്. പക്ഷെ എൻ്റെ ഒരു ബഡ്ജറ്റ് ബേസ് ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അമീർ ബഷീറിന് ഒരു പുള്ളി തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. വേറെ ഒരു വലിയ പ്രൊഡ്യൂസറുടെ ആയിരുന്നെങ്കിൽ അതിന്റെ ഒരു വേറെ രീതിയിലായിരുന്നു. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ലാസ്റ്റ് ആയിട്ട് അഭിനയിച്ച സിനിമയാണ്. കുറച്ച് ടൈം എടുത്തു. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്യാരക്ടേഴ്സ്, പിന്നെ ഞാൻ ഇതിനകത്ത് ഡബിൾ റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയും കൂടെ ബൈച്ചേട്ടന്റെനേക്കാൾ കൂടുതൽ ഇതൊരു ഫസ്റ്റ് ആൻഡ് അമീർ ബഷീർ സിനിമ തന്നെയാണ്. പുള്ളിയുടെ ഫസ്റ്റ് ഡെബ്യൂ സിനിമയാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും ഡെഡിക്കേറ്റ് ആണ്, അത്രയും പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. കുറച്ചുകൂടെ മുമ്പ് റിലീസ് ആവായിരുന്നു. പക്ഷെ സിനിമ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഒരു റൈറ്റ് ടൈം ഉണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇപ്പൊ ഫണ്ട് കയ്യിലുണ്ടെങ്കിലും അത് റൈറ്റ് ടൈമിൽ മാത്രമേ അത് എത്തത്തുള്ളൂ. നവംബർ 14 കുട്ടികളുടെ, അതായത് ചിൽഡ്രൻസ് ഡേക്ക് സിനിമ വരുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. അപ്പൊ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് ഫസ്റ്റ് ടൈം ചേട്ടൻ തന്നെ പറഞ്ഞ സിംഗർ അല്ല, പക്ഷെ ഒരു സിനിമയിലൊക്കെ പാടി, അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീല്? അല്ല, അതൊരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. ബട്ട് ആ സിനിമയിൽ പാടുക എല്ലാവർക്കും പാടാൻ പറ്റും, അഡ്ജസ്റ്റ് സിംഗ് പാടാൻ പറ്റും. പക്ഷെ പാടിയ പാട്ട് തന്നെ നമ്മൾ പാടി അഭിനയിക്കാനും കൂടെ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയില്. നമ്മുടെ ആ ക്യാരക്ടറിന്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ആ ഒരു സോങ്ങിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനകത്ത് ആരെ വേണമെങ്കിലും പാടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും സോ അതൊരു മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു. ബൈച്ചേട്ടൻ തന്നെ അത് പാടിയാൽ മതി എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അത് പാടാൻ പറ്റി
എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഈ ബാത്റൂം സിംഗർ എന്നൊക്കെ പറയുന്നതിനേക്കാൾ എല്ലാരും പറയും ഞാൻ ഒരു ബാത്റൂം സിംഗർ ആണെന്ന് പറയുന്നതിനേക്കാൾ പാട്ട് പാടാറുണ്ട്, വേദികളിലും ഒക്കെ പാടാറുണ്ട്. പക്ഷെ അതിനെ കണ്ടെത്തി അത് ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുക, എത്രയോ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് ടാലന്റ് ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പോലും, കുഞ്ഞു കുട്ടികൾ വരെ ജനിച്ചു വീഴുമ്പോൾ തന്നെ അത്രയും ടാലന്റ് ആയിട്ട് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഇടയിൽ നിന്ന് നമ്മളെ കൊണ്ട് പാടിപ്പിച്ചു ആ പാട്ട്. 100% അതിപ്പോ കേൾക്കുമ്പോൾ ഹിറ്റാവും. മനോരമ മ്യൂസിക്കാണ് അതെടുത്തിരിക്കുന്നത്. ഒരു ആ പാട്ടൊന്ന് പാടിത്തരുമോ? നമുക്ക് ആ പാട്ടൊക്കെ പാടി എനർജറ്റിക് ആയിട്ട്. പാട്ട് പാടാൻ കുറച്ചുകൂടെ പോയതിനു ശേഷം നമുക്ക് പാട്ട് പാടുന്നത് എൻഡ് ഓഫ് ദ ഇതില് അല്ലെങ്കിൽ പ്രേക്ഷകർ ചിലപ്പോ അവിടെ കൊണ്ടുവച്ച് ഇന്റർവ്യൂ ഫുൾ കാണും. അങ്ങനൊന്നുമില്ല, സിനിമയിലൊക്കെ പാടി തകർത്തിട്ട് നിൽക്കാണ്. അപ്പൊ അങ്ങനെ 2 പാട്ട് പാടിയെന്നല്ലേ പറഞ്ഞേ? നമുക്ക് തുടക്കത്തിൽ ഒരു പാട്ടും അവസാനത്തിൽ ഒരു പാട്ടും ആവാം. വടക്ക് മലയിടുക്ക് ഉടക്ക് വളവ് തീർത്തു അടുക്കും നേരം തന്നെ അറിയാം പിശി അടിക്കും കാറ്റിനെന്ത് മണമാ, നാവിലൂടെ കപ്പലോടും 4 പേര തട്ടി വിടും വയറു നിറയാത്ത രുചിയാ. അതാണ് പരിപാടി. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സോങ് ആണ് അത്. നന്നായി വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഉടുക്ക് വടക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് നാവിൽ മീൻസ് അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു സിംഗറിന് പറ്റുന്ന പാട്ടാണ്. വലിയൊരു സിംഗറൊക്കെ പാടുന്ന പാട്ടാണ്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ദൈവം അനുഗ്രഹിക്കുമ്പോ അല്ലെങ്കിൽ ബ്ലസ്സിങ് ഉണ്ടാവുമ്പോ നമുക്ക് പാടാൻ പറ്റുമല്ലോ. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ പാടിയിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. കേട്ട ഒരുപാട് പേര്, ഞാൻ കുറെ പേരെ കേട്ടു, ആർട്ടിസ്റ്റുകളൊക്കെ. സിദ്ദിഖിക്ക ഞങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ആക്ടർ സിദ്ദിഖ്, പുള്ളിക്കാരൻ പാട്ട് പാടുമല്ലോ. അപ്പൊ ഞാൻ സിദ്ദിഖിക്ക ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയില്ല, കേക്കട്ടടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ പാട്ട് കേട്ട് കുറെ കേട്ടു. എന്നിട്ട് മമ്മൂക്കനൊക്കെ കേൾപ്പിച്ചു കൊടുത്തു. ഇവൻ പാടി, മമ്മൂക്കയും കേട്ടു ആ പാട്ട് സെറ്റിൽ വെച്ചിട്ട്. എന്തെങ്കിലും പറഞ്ഞു മമ്മൂക്കയുടെ റിവ്യൂ എന്തെങ്കിലും പറഞ്ഞു? പല മേഖലകളിലും ഏവിച്ചാൻ തുടങ്ങിയോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പറയത്തുള്ളൂ. നമുക്ക് ഓൾറെഡി എന്നെ ഇച്ച് ആൻഡ് എവരി കാര്യത്തിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. സോ എന്ന് വെച്ചിട്ട് ഇപ്പോ നമ്മൾക്ക് നമ്മുടെ പ്രൊഫഷൻ ആക്ടിങ് ആണ്. അപ്പോ ഒരു ആക്ടർ അഭിനയിക്കുക, ഇഷ്ടന്മാരും മിടുക്കന്മാരും മിടുക്കലായിട്ടുള്ള സിംഗേഴ്സും ഉണ്ട്, അവർ പാടട്ടെ എന്ന് പറഞ്ഞ് ഈ സിനിമയിൽ പാടി എന്ന് പറഞ്ഞ് പിന്നെ അടുത്ത സിനിമയിൽ ഇതൊക്കെല്ലാം സംഭവിക്കുന്നതാണ്. അങ്ങനെ വിശ്വസിക്കും. ചേട്ടന് ഇഷ്ടായിരുന്നോ പാട്ട്? അങ്ങനത്തെ പാട്ട് എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടം. അതായത് ഞാൻ ഓൾട്ടർ ബോയ് ആയ സമയത്ത് ഞാൻ പള്ളിയിൽ ഓൾട്ടറിൽ ഞാൻ പാടുമായിരുന്നു. പിന്നെ സ്റ്റേജ് ഷോകളിലൊക്കെ പാടുമായിരുന്നു, കോളേജിലൊക്കെ പാടുമായിരുന്നു. അത് നന്നായിട്ട് അറിയാം. പ്രമോദ് ചാരംഗ്, ഞാൻ എൻ്റെ അമ്മ മരിച്ച സമയത്ത് 4ാമത്തെ ദിവസം എന്നെ കൊണ്ടൊരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിച്ചു. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് അത്രയും ഹിറ്റായിരുന്നു. അത് വന്നിട്ട് ഒരുപാട് മെസ്സേജുകൾ അതിനകത്ത് കിടക്കുന്നത്. അമ്മയോടുള്ളൊരു ഇഷ്ടമാണ്, അമ്മയെ ചേർത്ത് പിടിക്കണം എന്നുള്ളത്. കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെ ചേർത്ത്, അപ്പൊ അങ്ങനത്തെ വയലാർ ശരത്തായിരുന്നു അത് എഴുതിയിരുന്നത്. പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മള് ഫ്ലഡ് വന്ന സമയത്ത് വീണ്ടും പ്രമോദ് ജി എന്നെ കൊണ്ട് പാടിപ്പിച്ചു. 1-2 പാട്ട് പാടിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ സിനിമയിലേക്ക് എന്നെ പാട്ട് പാടിപ്പിച്ചത്. ചേട്ടന് പിന്നെ ഇതല്ല ഇപ്പം ഡാൻസ് ഒക്കെ പാട്ട് മാത്രല്ല ഡാൻസും കുറച്ച് വശമുണ്ടോ? ഡാൻസ് ഇപ്പൊ ഈ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രഘുവേട്ടൻ, ഭീമന്റെ രഘുചേട്ടൻ പറയും ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഡാൻസ് എന്ന് പറയുന്ന പോലെ കുറച്ച് നാള് ഞാനും ഇത് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള. ജസ്റ്റ് നമുക്ക് ഒരു ആക്ടിങ് എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ വേണം. ഒരു ഭയങ്കര അങ്ങനെ ഞാൻ ഇപ്പൊ സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്റെ പെങ്ങന്മാരെ 2 പേരും ഡാൻസ് ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവരോടൊപ്പം പോയി കുറച്ച് നാള് കുറച്ച് മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് അറിയാം. പിന്നെ ഒരു കലാകാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡാൻസ് പെർഫോം ചെയ്യണമെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും കൊടുക്കും. നമുക്ക് അതിന് പഠിക്കണം എന്നില്ല. എല്ലാം നമ്മളിതൊന്നും അഭിനയം പഠിച്ചിട്ടല്ല വരുന്നത്, എല്ലാം പഠിച്ചിട്ട് വരുന്നില്ല. അത് ദൈവത്തിന്റെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഭയങ്കര ഇതാണ്. ഓക്കെ, ഇപ്പം വയനാടൻ കഥയിലെ കഥാപാത്രം എങ്ങനത്തെ ഒരു കഥാപാത്രമാണ്? വയനാടൻ കഥ എന്ന് പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു സബ്ജക്റ്റ് നേരത്തെ മുൻപ് വന്നിട്ടില്ല. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വയനാടൻ കഥ എന്ന് പറയുന്ന. ഒരു സാധാരണ ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള നായകനാണ്. ശരിക്കും അങ്ങനെ ഒരു എന്താ പറയുക തെരുവില് അങ്ങനത്തെ ഒരു അങ്ങനെ ബേസ്ഡ് ആയിട്ടുള്ള
ഒരു ക്യാരക്ടറാണ്, ആപ്റ്റാണ് ആ ക്യാരക്ടർ അയാൾക്ക്. അവിടെ ഇവിടെ വിട്ട് വയനാട് പോലത്തെ ഒരു സ്ഥലത്തേക്ക് ആസ് എ ഒരു ബിസിനസ് മാൻ അവിടെ ചെല്ലുന്നതും അയാൾക്ക് അവിടെ കുറെ ബിസിനസ്സും പരിപാടികളും ഒക്കെ ഉണ്ട്. വളരെ എന്റർടൈനർ ആണ് ശരിക്കും പറഞ്ഞു എന്റെ ക്യാരക്ടർ. അങ്ങനത്തെ ഒരു എന്റർടൈനർ ആണ്. അയാൾക്ക് ജീവിതത്തിൽ വേറെ ഫാമിലിയോ പരിപാടികളോ ഒന്നും ഇല്ല. ഫുൾ ടൈം എന്റർടൈൻമെന്റ് പരിപാടികളിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ജീവിതത്തോട് ഒരു ഉത്തരവാദിത്വം കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ ഭയങ്കരമായിട്ടുള്ള വേറെ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉള്ള ഇദ്ദേഹത്തിന്റെ തന്നെ വേറെ ഒരു സഹോദരനായിട്ട് ട്വിൻ ക്യാരക്ടർ ഉണ്ട്. അയാൾ ഭയങ്കര ബിസിനസ് മാഗ്നറ്റ് ആണ്, ഭയങ്കര കണ്ണിങ് ആണ്. അങ്ങനെ നിൽക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫൈറ്റുകളൊക്കെ എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിരുന്നത്. അംജിത് മൂസ എന്ന് പറയുന്ന മാസ്റ്ററാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനും സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും തിരക്കുള്ള ഒരു ആക്ടറാണ്, വില്ലനാണ്, ഫൈറ്റ് മാസ്റ്ററാണ്. പുള്ളിക്കാരനും ഇതിനകത്ത് അഭിനയിച്ചിട്ട് ഫൈറ്റൊക്കെ വേറെ ഒരു ടൈപ്പ് ഓഫ് പരിപാടിയാണ്, ഹോളിവുഡ് ടൈപ്പ് ഓഫ് പരിപാടികളാണ് ഇതിനകത്ത് ഫൈറ്റ് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ ഇവര് സെക്കൻഡ് പാർട്ട് വന്നിട്ട് ഫുൾ പുറത്ത് വെച്ചിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവരായിട്ടുള്ള ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അറിഞ്ഞത്. ഇതിന്റെ ഫൈറ്റിന് ഭയങ്കര ചാൻസ് ഉള്ള ആളാണ്. പിന്നെ ഇതിനകത്ത് അമീർ ബഷീറും നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി കരാട്ടെ എന്തൊക്കെയോ ആണ്, കളരി അങ്ങനെയുള്ള എല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു മലയാളം പോലെ തന്നെ ബട്ട് അതർ ലാംഗ്വേജിലോട്ടും അവരിത് റിലീസ് കൂടുതൽ അങ്ങനെയാണ് ചെയ്യുന്നത്. മലയാളത്തിനേക്കാൾ കൂടുതൽ കന്നഡ, തെലുങ്ക് അങ്ങനെയൊക്കെയാണ് അവർ കൂടുതൽ റിലീസിലോട്ട് പോകുന്നത് എന്നാണ് എന്നോട് സംസാരിച്ചത്. ബൈചേട്ടന്റെ ജേണി നോക്കുകയാണെങ്കിൽ 1991 ഫസ്റ്റ് മൂവി ചെയ്യുന്നത്. അപ്പോ അത് തൊട്ടിപ്പോ 2025 വരെയും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിന്ന് പോകാൻ പറ്റുന്നതിനെ ബൈചേട്ടൻ എങ്ങനെയാ കാണുന്നത്? അല്ല, അത് മോളെ, അത് ഞാൻ പറഞ്ഞ പോലെ അതൊരു ഭാഗ്യമാണ്. അവള് 38 വർഷമായിട്ട് എല്ലാ വർഷവും സിനിമ ഇല്ലാത്ത ഒരു വർഷം പോലും നമ്മളെ മാറ്റി നിർത്തി. അതായത് നമ്മൾക്കാണ് സിനിമ ആവശ്യം, സിനിമയ്ക്ക് നമ്മൾ ആവശ്യമില്ല. മനസ്സിലായില്ലേ? നമ്മൾക്കിപ്പം ഞാൻ ബൈജു എഴുപുന്ന എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു 100 ആക്ടേഴ്സ് വേറെ ഉണ്ട്, ഇല്ല 1000 ആക്ടേഴ്സ് ഉണ്ട്. ഇന്നത്തെ പിള്ളേരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാലന്റ് ആണ്. അതിനകത്ത് എക്സ്പീരിയൻസോ ഇത്ര വർഷം ചെയ്തൊന്നുമില്ല. അതൊരു ഭാഗ്യമാണ്, അതൊരു ഗുരുത്വമാണ്, ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് ഇത്രയും വർഷങ്ങൾ എനിക്ക് നിന്ന് പോകാൻ പറ്റി. ഈ വർഷവും സിനിമകളുണ്ട്, ദൈവം അനുഗ്രഹിച്ച അടുത്ത വർഷവും സിനിമകളുണ്ട്. അതൊരു ഭാഗ്യമാണ്. നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ, മീഡിയാസിന്റെ, അതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ, അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാരുടെ, ഇവരുടെയൊക്കെ ബ്ലെസ്സിങ്, എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ ഫാമിലി, എൻ്റെ വൈഫ്, മക്കള്, ഇവരുടെയൊക്കെ സപ്പോർട്ട്, പ്രാർത്ഥനകൾ ആണ് ഇമ്പോർട്ടൻ്റ്. എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഗുരുത്വം ഇമ്പോർട്ടൻ്റ് ആണ്, എളിമ ഇമ്പോർട്ടൻ്റ് ആണ്. അഹങ്കാരം എന്ന് പറഞ്ഞ പരിപാടി ഇല്ലാണ്ട് എല്ലാവരോടും എളിമയോടൊക്കെ പോയി, ഇത് നമ്മുടെ ഒരാളാണ്, നമ്മുടെ വൈച്ചേട്ടനാണ്. ഇപ്പോൾ നമ്മൾ തമ്മിൽ ആദ്യം കാണണമെങ്കിലും വൈച്ചേട്ട എന്നുള്ള വിളിയിൽ ഒരുപാട് സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്, ചേട്ടനോടുള്ള സ്നേഹത്തോടെ വിളിക്കുന്നത്. ആ സ്നേഹം നമ്മൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അത് എൻഡ് വരെ പോകാൻ പറ്റും. നമ്മൾ എവിടെ വരെ ഉണ്ട്, നമ്മുടെ ലൈഫ് എവിടെ വരെ ഉണ്ട്, അതുവരെ സിനിമ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകും. അതെ, അത് എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കേണ്ട കുറെ പോയിന്റ്സ് ആണ് ഇപ്പം വൈചേട്ടൻ പറഞ്ഞത്. എല്ലാരും ചിലപ്പോ നമുക്ക് കുറച്ച് സിനിമകളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി വന്നോളും എന്നുള്ളൊരു ചിന്ത പലർക്കും വരാറുണ്ട്. അത് തെറ്റാണത്, ചെയ്യാൻ പാടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഞാനിപ്പോ എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യം എന്ന് പറഞ്ഞ തിക്കുറിശി സാർ അടക്കം, സോമൻ ചേട്ടൻ, രതീഷ് ചേട്ടൻ, സുകുമാരൻ ചേട്ടൻ തുടങ്ങിയ ശങ്കരാടി ചേട്ടൻ, അടൂർ ബാസി, ഇങ്ങനെ ഇത്രയും ലിജൻസുകളായിട്ടുള്ള ഒരുപാട് പേര്, എന്നെ ഫറീസ് ചേട്ടൻ, മുരളിയേട്ടൻ അടങ്ങുന്ന, രാജൻ പി ദേവ് അടങ്ങുന്ന, വലിയ മമ്മൂക്കാലാലേട്ടൻ അടക്കം വലിയ ലെജൻസിൻ്റെയോടൊപ്പം അഭിനയിക്കാൻ പറ്റി. അവരുടെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടി. എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവർക്കൊക്കെ എല്ലാം. സുകുമാരൻ ചേട്ടനാണെങ്കിലും, പൃഥ്വിന്റെ അച്ഛനായിട്ടുള്ള സുകുമാരൻ ചേട്ടനാണെങ്കിലും, രതീഷ് ചേട്ടനാണെങ്കിലും, സോമൻ ചേട്ടനാണെങ്കിലും ഒക്കെ അവരായിട്ടുള്ള ഒരു സൗഹൃദം, ഒരു അനിയനെ പോലെ എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അത് ഞാൻ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്ത അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അവരുടെയൊക്കെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയതും കൂടെ കൊണ്ടാണ് ഇന്ന് നിൽക്കുന്നത്. ഇന്ന് പല കുട്ടികൾക്കും അല്ലെങ്കിൽ വരുന്നവർക്കും ഇല്ലാത്തൊരു കാര്യം അതാണ്. അവര് അങ്ങനെ ഒരു സംഭവമോ, എനിക്കൊക്കെ ഇപ്പോഴും മമ്മൂക്കയായിട്ടൊക്കെ വലിയ ബന്ധമാണെങ്കിൽ പോലും മമ്മൂക്കയുടെയൊക്കെ മുമ്പിൽ ഇരിക്ക എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുമ്പോ പോലും ഇങ്ങനെ ഇരിക്കാറുള്ളൂ. മനസ്സിലായില്ലേ?
മറ്റത് അങ്ങനെയല്ല, നമ്മളൊരു ചെറിയൊരു ഇത് കിട്ടിയ ഉടനെ കാലൊക്കെ കയറ്റി, ഇത് വേറൊരു ലൈനാണ്. ഇപ്പോഴത്തെ കുട്ടികളാണ്, അവർ ടാലൻ്റാണ്. ടാലൻറ്റിനോടൊപ്പം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒന്ന് നമ്മളെ ഒരു പ്രേക്ഷകർ വേണ്ടാന്ന് വെച്ചാൽ തീരുന്ന പരിപാടികളേ ഉള്ളൂ. പ്രേക്ഷകർ പറയാൻ വേണ്ട, അവൻ ജാടയാണ്, പ്രേക്ഷകർ ഞാൻ കാണുന്നില്ല, ഓക്കെ അവൻ്റെ സിനിമ കാണുന്നില്ല എന്ന് വെച്ചാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. എന്താണ് ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ന്യൂ ജനറേഷനിലേക്ക് ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈസി ആണെന്ന് തോന്നുന്നു, ആക്സസ് ഉണ്ട് കുറച്ചും കൂടെ സിനിമയിലേക്ക് വരാനൊക്കെ. ചേട്ടന്റെ കാലത്ത് ചേട്ടൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു? അല്ല, നമ്മൾ അവസരം തേടി നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട്. ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു നല്ല വലിയൊരു ഫാമിലിയിൽ ജനിച്ച് ആണ്, പക്ഷെ എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും സിനിമയ്ക്ക് വേണ്ട. എനിക്ക് അപ്പൊ കുറെ സപ്പോർട്ടില്ലായ്മയുണ്ട്. ഞാൻ ഈ പറയുന്ന ചെന്നൈ എന്ന് പറഞ്ഞ അന്ന് മദ്രാസാണ്. ഞാൻ സാധാരണ നോർമൽ ടിക്കറ്റ് കിട്ടാണ്ട് ലോക്കൽ ട്രെയിനിൽ ഇരുന്ന് നിലത്ത് ഇരുന്ന് കോടമ്പക്കം എന്ന് പറഞ്ഞ ഉമാ ലോഡ്ജൊക്കെ ഇരുന്ന് വേറെ പേരിലായി അവിടെയൊക്കെ പോയിട്ട് 3, 4, 5 പേരെ അടുത്ത് ചാൻസ് ചോദിച്ച് കുറെ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് അന്ന് ആക്ടറാണ്, രാജൻ പി ദേവന്റെ അങ്കിളാണ്. അങ്കിള് പറഞ്ഞു എന്നെ നശിപ്പിക്കാൻ, എന്റെ പേര് കളയാൻ, തറവാടിന്റെ പേര് കളയാൻ നടക്കുവാണ് അവൻ. ഞാനൊരു ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക. ഷൂട്ട് ചെയ്ത പടത്തിന്റെ പേര് ജയരാജിന്റെ ജോണി വാക്കറാണ് തോന്നുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ അഭിനയിക്കാൻ ചെന്നു. ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ തന്നെ ചെറിയ കുഞ്ഞു റോളാ. അങ്കിളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും പാത്രം നിൽക്കുമ്പോൾ പറയാനോ വിളിച്ചെങ്കിലും എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ പേര് കളയാൻ നടക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ അപ്പൻ്റെ പേര് കളയാൻ നടക്കുകയാണ്, നിനക്ക് ഒന്ന് ക്യൂ നിന്ന് ഇത് ചെയ്യേണ്ട ആവശ്യം എന്തിനാടാ, നിനക്ക് പോയി വേറെ ജോലി ചെയ്യും, അല്ലെങ്കിൽ അപ്പനെ പോയി സഹായിക്കും, എന്തിനാണ് അഭിനയിക്കാൻ നടക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്കിളിന് ഇഷ്ടമില്ലായ്മയല്ല, സ്നേഹത്തോടെയുള്ളൊരു ശാസനയാണ്. എന്തിനാണിങ്ങനെ അങ്ങനെ നടന്ന് എന്നെയൊന്നും ആ സമയത്തൊന്നും ആരും സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടന്നാണ് ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അവരുടെയൊക്കെ അവര് അങ്ങനെ വെച്ചെങ്കിലും അവരൊരു പ്രാർത്ഥന എനിക്ക് ഉണ്ടായെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ റൈറ്റ് ടൈം എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ ഒരു സിനിമ ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന കൂടോത്രം എന്ന് പറഞ്ഞൊരു സിനിമ, ഒരു വലിയ സിനിമ എനിക്ക് സംവിധാനം ചെയ്യാനായിട്ട് പറ്റി. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ്, ഗോപിസുന്ദർ മ്യൂസിക് ബീജിയം നടക്കുന്നതിന്റെ ഇടയിലാണ് ഞാനിപ്പോ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. നമ്മളൊരു റിലീസ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തീരാഞ്ഞതുകൊണ്ട് നമ്മൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. കുറച്ച് VFX ഒക്കെ അധികമുള്ളത് കൊണ്ട് നമ്മൾ മാറ്റിയതാണ്. അപ്പൊ ഇപ്പോഴും ഇരിക്കുന്നു. സിനിമ നിർമ്മിക്കാൻ പറ്റി, പല സിനിമകൾ വലിയ സിനിമകൾ നിർമ്മിക്കാൻ പറ്റി. അപ്പൊ അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ. അപ്പം ചേട്ടനിപ്പം പറഞ്ഞല്ലോ നമ്മുടെ ഒരുപാട് ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ആ ഒരു സ്ട്രഗിൾ കഴിഞ്ഞിട്ട് ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു വിജയിച്ച ഫീൽ ആയിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു ആ സമയത്ത്? എനിക്ക് എപ്പോഴും ആ ഒരു വിജയിച്ച ഫീൽ ഇല്ല, സീരിയസ്ലി. ഞാൻ ആദ്യം സിനിമ അഭിനയിക്കുമ്പോൾ എനിക്ക് തിയേറ്റർ ഉണ്ട്, രേഖ തിയേറ്റർ. അത് 45 വർഷം മുമ്പുള്ളതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, 8ാം ക്ലാസ് പഠിക്കുന്ന ഇതാണ് എൻ്റെ ഒരു സിനിമ. ഞാൻ ഈ സ്ക്രീനിൽ ജസ്റ്റ് ഒന്നൊരു മുഖം കാട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ അന്ന്. ഈ സ്ക്രീനിൽ ഞാനൊന്ന് വരണം, ഈ സ്ക്രീനിൽ ഞാനൊന്ന് വരണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പിന്നെ ആഗ്രഹിച്ചിരുന്നത് ഫോട്ടോ കാർഡാണ്. അന്ന് തിയേറ്ററിൽ ഫോട്ടോ കാർഡാണ്, ഇന്ന് വലിയതല്ല, ചെറിയ ഫോട്ടോ കാർഡ് ഇങ്ങനെ അടിച്ചു വയ്ക്കും. അങ്ങനെ ഞാൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഞാൻ തന്നെ ഫോട്ടോഗ്രാഫറെ സണ്ണി മരിച്ചുപോയി, സണ്ണീനെ കൊണ്ട് ആ കോസ്റ്റ്യൂം ഞാൻ ചോദിച്ചെടുപ്പിച്ചെന്ന് തോന്നുന്നു. അന്ന് ഞാൻ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഡാർക്കായിട്ടാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അന്ന് ഞാൻ വിറക്, അതായത് പശ കുറുക്കുന്ന വിറകുണ്ട് കറുത്തിട്ട്, ആ വിറക് വെച്ചിട്ട് ഞാനിങ്ങനെ കറുത്തൊക്കെ ഇത് ഇടിപ്പിച്ചിട്ട് സണ്ണീനെ വെച്ചിട്ട് ഞാൻ ഫോട്ടോ എടുപ്പിച്ചു. അതേപോലെ ഒരെണ്ണം പറിച്ചിട്ട് വേണം ഈ സൈഡിൽ എന്നെ കയറ്റി വെക്കാൻ. എന്റെ ഫസ്റ്റ് പോസ്റ്റർ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ തന്നെ മേക്കപ്പ് ഇട്ട് വെച്ച ഫെസ്റ്റിവലിലെ പോസ്റ്ററാണ് എന്റെ തിയേറ്ററിൽ 70 രേഖയിൽ ആദ്യത്തെ ഫോട്ടോ കാർഡ് വെക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ മറിഞ്ഞു നിന്ന് ആൾക്കാർ എന്താണ് കേൾക്കണേന്നൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കും. അതാണ് എന്റെ ഫസ്റ്റ് പോസ്റ്റർ. അതിനുശേഷം പിന്നെ ഒരുപാട് സിനിമകളിലൊക്കെ ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞ സിനിമ 25 വർഷം, ജെയിംസ് ബോണ്ടൊക്കെ 25 വർഷം അങ്ങനെ സിംഗിൾ പോസ്റ്ററുകൾ വന്നു. അപ്പോഴൊക്കെ എന്താ നമ്മളൊരു കുഞ്ഞൊരു എൻ്റെ തിയേറ്ററിൽ ഒരു ചെറിയ സ്ക്രീനിൽ ഞാൻ വരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നു. ഇവിടെ തന്നെ ആയി, എല്ലാ ഭാഷയിലും അഭിനയിക്കാൻ പറ്റി, എല്ലാവരോടൊപ്പം അഭിനയിക്കാൻ പറ്റി, വലിയ ഭാഗ്യം തന്നെയാണ്. ഇപ്പം സുകുമാരൻ സാറിന്റെ വർക്ക് ചെയ്ത കാര്യം പറഞ്ഞല്ലോ, വംശം എന്ന് പറഞ്ഞ സിനിമയിലാണ് സുഖേട്ടൻ്റെ കൂടെ അഭിനയിച്ചത്. പുള്ളി ഇപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കുറച്ച് ദേഷ്യമുള്ള ആളാണ് നമ്മുടെ, അങ്ങനെയാണ്.
ചേട്ടൻ എന്താണ് പേഴ്സണലി ഫീൽ അല്ല, സുഖേട്ടൻ ചെയ്തിട്ടുള്ളത്? എന്ന് പറഞ്ഞ പ്യൂർ ജം പേഴ്സൺ എന്ന് പറയില്ലേ, പുള്ളിക്കാരന് കള്ളത്തരങ്ങളും ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാം അടുക്കി പുള്ളിക്കാരൻ പ്രതികരിക്കും, ഇഷ്ടമായ ചേർത്ത് പിടിക്കും. മമ്മൂക്ക എന്ന് പറയുന്ന പോലത്തെ വേറെ ആളാണ് സുഖേട്ടൻ. ചേർത്ത് പിടിക്കും. പിന്നെ എന്താ പറയാ, ആ ഒരു എനിക്കൊന്ന് രാജുവിന് അതിന്റെയൊക്കെ രാജുവും ഒക്കെ കുറച്ച് ഇത്, ഇന്ദ്രൻ കുറച്ചുകൂടെ സിമ്പിൾ എനിക്ക് തോന്നുന്നു പരിപാടികളാണ്. കുറച്ചുകൂടി ഇവർക്കൊരു പുറമേ ഉള്ളൊരു ലുക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു അല്ലെ? ബേസിക്കലി ഭയങ്കര സുഖേട്ടൻ ഭയങ്കര. ഞാന് വംശം എന്ന് പറഞ്ഞ പടത്തിൽ 45 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഫാമിലി, രണ്ട് ഫാമിലി തമ്മിലുള്ള ഓപ്പോസിറ്റ് പരിപാടികളാണ്. അപ്പൊ അതിൽ ഓപ്പോസിറ്റ് വില്ലൻ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അന്ന് തുടങ്ങിയ മുണ്ടക്കയത്തായിരുന്നു ഷൂട്ട്. അപ്പൊ സുഖേട്ടന് അന്നവിടെ മുണ്ടക്കയത്ത് അവർക്ക് എസ്റ്റേറ്റും കാര്യങ്ങളും വീടും ഒക്കെ ഉണ്ട്. സുഖേട്ടൻ ഒരു പടം ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന ഒരു സിനിമയില് നിനക്ക് നല്ല വേഷം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ, അങ്ങനെ അത്രയും ഒരു ക്ലോസ് ആയിട്ടുള്ള ആളായിരുന്നു. എന്താ പറയാ, അങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാവമായിരുന്നു, ഭയങ്കര ജെന്യൂൻ ആയിരുന്നു, അങ്ങനത്തെ ഒരാളായിരുന്നു പുള്ളിക്കാരനെ. എങ്ങനെ വെച്ചിട്ട് വേറെ സംസാരിക്കുക, വെട്ടി തുറന്നു പറയും, അങ്ങനെയാണ്. എന്താ പറയാ, നിഷേധി എന്ന് പറയില്ലേ, നിഷേധി എന്ന് പറയുന്നത് സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാൾ. അത് ചെയ്യണം, നീ ശരിയായില്ല, അത് ആരാണെങ്കിലും പുള്ളിക്കാരൻ അതിൽ തന്നെ നിൽക്കും. അങ്ങനെയായിരുന്നു സുഖേട്ടൻ. ഭയങ്കര എന്താ പറയാ, അങ്ങനെ ഒരാളായിരുന്നു. ഭയങ്കര വന്നാൽ തന്നെ ഉണ്ട് സുഖേട്ടനൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോ ഉണ്ട്, ആ ഫേസിലുണ്ട് സംഭവം. അതുപോലെ തന്നെ മമ്മൂക്ക, ലാലേട്ടൻ രണ്ട് നെടുന്തൂണുകളാണ് മലയാള സിനിമയുടെ. രണ്ടുപേർക്കൊപ്പവും ചേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതില് എന്തൊക്കെയാണ് ചേട്ടൻ അവരുടെ ഒരു പ്രത്യേകതകളായിട്ട് ചേട്ടന് പേഴ്സണലി? രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരാണ്, രണ്ടും ലിജൻസ് ആണ്, രണ്ടും ഭയങ്കര ടാലന്റ് ആണ്. മമ്മൂക്ക കുറച്ചുകൂടെ വളരെ നോക്കിയും കണ്ടും ഇതൊക്കെ ചെയ്തിട്ട് ഓരോരുത്തരായിട്ടുള്ള സൗഹൃദവും കാര്യങ്ങളും അടുപ്പിച്ചിട്ടുള്ള. ലാലേട്ടൻ ഒരേപോലെ തന്നെ ആരാണ് എന്താണെന്ന് പോലും അറിയാണ്ട് അവരായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്ന ഒരാളാണ്. മമ്മൂക്ക വേറെ ടൈപ്പാണ്. രണ്ടുപേരും ഓരോ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതിൽ ഏതാണ് ചാപ്പയാണോ കുരിശോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഉത്തരവില്ലല്ലോ. മലയാളത്തിന്റെ ഇനി അങ്ങനെ ഒരു രണ്ടുപേര് മമ്മൂക്ക ലാലേട്ടനൊക്കെ നിന്ന പോലെ ഇത്രയും വർഷങ്ങൾ ഇനിയുള്ള ഈ ഒരു ജനറേഷൻ അത്രയും വർഷങ്ങൾ നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത്രയും മലയാള പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആക്ടേഴ്സ്, പ്രയർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടുള്ള ആക്ടേഴ്സ് വേറെ ഉണ്ട്. അപ്പോഴും ഇനി ഇല്ല, ഇപ്പോഴും ഇനി ഇല്ല, അവർ തന്നെയാണ്. ഇപ്പൊ ചേട്ടൻ ഇതേപോലത്തെ ഇപ്പം ലെജൻസ് ഉള്ള സെറ്റുകളിൽ പോയിട്ടുള്ളൂ പണ്ട് തൊട്ടേ ആണെങ്കിലും, എന്തൊക്കെയാ ഇവരിൽ നിന്ന് നോക്കി പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്ന കാര്യങ്ങൾ? എല്ലാം പഠിക്കാൻ പറ്റും. എന്താ പറയാ, അവർക്ക് നമ്മള് എന്താ പറയാ, ചില ഫുഡുകൾ പറയില്ലേ, ഇതിനകത്തൊന്നും വേസ്റ്റ് ആക്കാൻ പറ്റാത്ത എല്ലാം എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും. നമുക്ക് ഓരോ മൊമെന്റ് നടക്കുന്നത്, സംസാരിക്കുന്ന രീതി, ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെ ഇത് ചെയ്യുന്നത് എല്ലാം നമുക്ക് പഠിക്കാനുള്ള, അതിനകത്ത് മാറ്റി നിർത്താനായിട്ടൊന്നുമില്ല. പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, അവരോടൊപ്പം ഒക്കെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയ ഭാഗം. ഇപ്പൊ ഞാൻ ലാസ്റ്റ് മോഹൻലാലിനോടൊപ്പം ലാലേട്ടനോടൊപ്പം ചെയ്ത ആറാട്ടം എന്ന് പറഞ്ഞ സിനിമയാണ്. 85 ദിവസം ഷൂട്ട്. 85 ദിവസത്തില് 82 ദിവസവും മോഹൻലാലിനോടൊപ്പം ലാലേട്ടനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാനും വീക്കിൽ റാംബോ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതുപോലെ 160 ദിവസം 4 പടം മമ്മൂക്കയുടെ അടുപ്പിച്ച് 160 ദിവസം അഭിനയിക്കാൻ പറ്റി. ഗാനഗന്ധർവൻ, മധുരരാജ, മാമാങ്കം ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, 4 പടം ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ അവർന്ന് കിട്ടുന്ന നമുക്ക് എന്താ പറയുക, ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ് എന്ന് പറഞ്ഞ പോലെയാണ്. ആ ഒരു വലിയ സിനിമയോടൊപ്പം ഇതുപോലുള്ള യങ് ടാലന്റ് ആയിട്ട് വരുന്ന ഒരു വയനാടൻ കഥ പോലുള്ള സിനിമയിലെ ഇപ്പൊ അമീർ ബഷീർ എന്ന് പറയുന്ന ആള്, ഞാൻ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്യുമ്പോഴും അമീർ ബഷീർ എന്ന് പറഞ്ഞ ഒരാളെ, അയാളുടെ പാഷനാണ് ഈ സിനിമ. അയാളുടെ പാഷനാണ് ഈ സിനിമ. അയാളെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, അയാളതിനകത്ത് ഹീറോ ആണ്. അയാളുടെ പാഷൻ കൊണ്ടാണ് ഇപ്പൊ ഇത് ഇറങ്ങാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ പുള്ളിക്കാരന്റെ വേറെ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞ വേറെ സിനിമ, അത് ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ്. ഞാൻ എന്തുകൊണ്ട് അമീർ ബഷീറിന്റെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് അയാളുടെ പാഷനാണ്. എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇന്നലെ മുതൽ ഡോക്ടറിന്റെ അടുത്ത്, ഞാൻ ഈ കൂടോത്രം എന്ന് പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷനും അടുത്ത പടം അതിന്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങാൻ പോകും. അതിന്റെ ഓട്ടവും പരിപാടികളും റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായില്ല. അങ്ങനെ ഭയങ്കര കോൾഡ് ആയിട്ട് ഇന്നലെ ഡോക്ടറിന്റെ അടുത്ത് പോയി. ഡോക്ടർ 2 ദിവസം ആന്റിബയോട്ടിക്സ് തന്ന് അനങ്ങരുത്, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞിട്ട് പോലും
ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന അയാളുടെ പാഷൻ. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ കിടന്ന് എനിക്ക് അവളൊന്ന് പോകണ്ടെന്ന് പറഞ്ഞു. അത്രയും ഞാൻ ടയേർഡാണ്. ഞാൻ എണീറ്റ് ചൂടുവെള്ളത്തിലേക്ക് കുളിച്ച് ആവിയൊക്കെ എടുത്ത് വന്നു പറഞ്ഞാൽ അമീർ ബഷീറിന്റെ പാഷനാണ് ഈ സിനിമ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ മുമ്പിൽ ഇരിക്കുന്നത്. ഇങ്ങനെ പാഷനുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പം ഈ മൂവി കംപ്ലീറ്റ്ലി വയനാട് തന്നെയായിരുന്നു ഷൂട്ട്? കംപ്ലീറ്റ് വയനാട് തന്നെയാണ്. ഈ പടത്തില് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് അന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഇത് ചെയ്തത്. ഞങ്ങൾ ഷൂട്ട് ചെയ്തതിന്റെ അവിടുത്തെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. നമ്മൾ ഇതിനകത്തൊരു ട്രൈബ്യൂട്ട് സോങ് വയനാടിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തിരുന്നു. ഇപ്പഴത്തിന്റെ എൻഡ് ഓഫ് ദ ഇതിൽ ചെയ്തു. ഞാനും ബാമയും കൂടെയാണ്, ആക്ട്രസ് ബാമയും കൂടെയാണ്. സെയിം പ്രമോദ് ചാരംഗ് തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രൈബ്യൂട്ട് സോങ് ചെയ്തു. ഞങ്ങൾ അന്ന് ഇതിന്റെ ഇടയിൽ അവിടെ പോയി, വയനാട് പോയി നടക്കുന്ന സമയത്ത് എൻ്റെ ക്രൂ പോയി, അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയാ, അങ്ങനെ പോയി എല്ലാം വന്നതാണ് ഈ ഒരു സിനിമ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഷൂട്ടിന് ശേഷം. അപ്പം ബൈചേട്ടന്റെ ഈ ഒരു ജേർണിയില് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ? ആരോടാണ് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്? ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ഇപ്പൊ ഈ സിനിമ ജേർണിയിൽ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ്ഫുൾ, നമ്മളിപ്പം ഒരു ഏറ്റവും നന്ദിപൂർവ്വമായിട്ട് ഓർക്കുന്ന ഒരു മുഖം ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ ആയിരിക്കും പറയാ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുന്നതിന് ആദ്യമായിട്ട് അഭിനയിപ്പിച്ച PG വിശ്വംഭരൻ സാർ എന്ന് പറയുന്നത് ദ ലെജൻഡ് ഡയറക്ടർ. വിശ്വംഭരൻ സാറിന്റെ പടത്തിലാണ് എനിക്ക് റിലീസ് എന്ന് പറഞ്ഞു. പിന്നെ ആലപ്പി രംഗൻ ആണ് ദ ലെജൻഡ് ഡയറക്ടർ. പുള്ളിയുടെ ഫസ്റ്റ് ധനുർവേദം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യം വരുന്നത്. പക്ഷെ പടം അത് റിലീസായില്ല. അപ്പോൾ അങ്ങനെ ആലപ്പി രംഗനാഥ്, PG വിശ്വംഭരൻ സാർ. പിന്നെ പറയുകയാണെങ്കിൽ എന്റെ മമ്മൂക്ക. ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നെ എത്ര വട്ടം മമ്മൂക്കാണ്. എനിക്ക് മമ്മൂക്ക ഇപ്പൊ ഞാൻ 3-4 ദിവസം മമ്മൂക്കയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതിന് സൺഡേ മമ്മൂക്ക വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. അതിന് മുമ്പാണ് മമ്മൂക്ക അന്ന് ട്രിവാൻഡ്രത്ത് പോയിട്ട് അതിനുശേഷം അവാർഡ് വാങ്ങി. അപ്പൊ മമ്മൂക്കായിട്ട് അങ്ങനെ ഞാനിപ്പോ എന്റെ പടം നടക്കുമ്പോൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ സപ്താ റെക്കോർഡ്സിൽ മമ്മൂക്ക വന്നിരുന്നു. അങ്ങനെ മമ്മൂക്കയായിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മമ്മൂക്കയായിട്ട് കുറെ നാളായി സിനിമകൾ ചെയ്ത്. എല്ലാവരും ചോദിക്കും എന്താ ബൈജു ഇപ്പോ നീ ബൈജേട്ടാ എന്താ മമ്മൂക്കയുടെ ഒപ്പം സിനിമ ചെയ്യുന്നില്ലല്ലോ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ഒരു പരിപാടിയിലായിട്ട് മമ്മൂക്കയുടെ ഒപ്പം അത് വേറൊരു ഫീലാണ്. അത് ചേർത്ത് പിടിക്കൽ എന്നുള്ള രീതിയാണ്. നമ്മൾ ചേർത്ത് പിടിച്ച് അടുത്തിരുത്തുക എന്നുള്ളൊരു സാധനമല്ല. അങ്ങനെ ഒരുപാട് ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മമ്മൂക്ക ഇത്ര വലിയ ആൾക്കാർ വരുമ്പം എന്നെ അവിടെ പിടിച്ച് നീ ഇരിക്കും. എന്നെ ദുബായിൽ ഇതുപോലെ കൊണ്ടുപോയി മമ്മൂക്ക. അന്നും ഇതുപോലെ വലിയ ബിസിനസ് മാഗ്നറ്റ് ഒക്കെ വന്നപ്പോൾ നീ അവിടെ ഇരിക്കും, അവർ വേറെ ചെല്ലിരുന്നു. അത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ പറയാൻ എന്ന് പറയുന്നത്, എനിക്ക് അങ്ങനെ എൻ്റെ കരിയറിലെ സിനിമയില് എന്നെ ഇത് ഓൺലി ഫോർ ഒരാളല്ല, എൻ്റെ വൈഫ് എന്ന് പറയുന്നത്, എൻ്റെ റീനി. അവള് മാത്രമാണ് എൻ്റെ ഫാമിലിയിൽ അപ്പോഴും ഇപ്പോഴും സപ്പോർട്ടായിട്ടിരിക്കുക. അപ്പൊ അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കുടുംബത്തിൽ കൂടെയുള്ള ആൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോഴും സിനിമ ചെയ്യുന്നതും സിനിമ നിർമ്മിച്ചതും സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ അത് തന്നെയാണ്. ഇൻസ്പയർ ചെയ്തിട്ടുള്ള വേറെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്പയർ ചെയ്താരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അമീർ ബഷീറിനെ എനിക്ക് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അല്ലെ ഞാൻ അങ്ങനെ എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിജയുടെ കൂടെ 80 ദിവസം ഞാൻ വിജയുടെ കൂടെ 2 പടം ചെയ്തു. നെക്സ്റ്റ് CM എന്ന് പോലെ പറയാവുന്ന ഒരാളാണ് കാര്യം. അപ്പൊ 80-85 ദിവസം ഞാൻ വിജയുടെ കൂടെ കാവലൻ, വേലായുധം, വിജയ് തന്നെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. 500 പശു ഞാൻ വേലായുധത്തിൽ അഭിനയിക്കുമ്പോൾ വാന്ന് പറഞ്ഞൊരു 500 പശുക്കൾ കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ പറഞ്ഞു. അപ്പോ എന്നെ ഇൻസ്പയർ ചെയ്ത് അങ്ങനെ വലിയ ആൾക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇയാളുടെ ഒരു ചങ്കൂറ്റം എന്ന് പറയുന്നത്, അമീർ ബഷീറിന്റെ ഒരു ചങ്കൂറ്റം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള. അപ്പൊ അയാൾ എനിക്ക് ഇൻസ്പയർ കൊള്ളാലോ. അയാളുടെ ഒരു ലുക്ക് വൈസ് വെച്ചിട്ട് ആസ് ഒരു ഹീറോ ആവാനോ അല്ലെങ്കിൽ ഒരു ആക്ടർ ആവാനോ പറ്റില്ല എന്ന് മറ്റുള്ളവർ കരുതും. ഞാനല്ല കരുതുന്നത്, മറ്റുള്ളവർ കരുതും. പുള്ളിയൊക്കെ എങ്ങനെയാണ് ഇത്. പക്ഷെ അയാളൊരു ഇൻസ്പയർ ചെയ്യുന്ന ആളാണ്. നല്ല സിനിമകൾ അയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഹാർഡ് വർക്ക് പേഴ്സൺ. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇപ്പൊ പറയുമ്പോ
ആ ഒരു പാഷൻ അന്ന് പലരും എതിർത്തിട്ടും അത് മുമ്പോട്ട് കൊണ്ടുപോയത്, അത് വിടാതെ പിടിച്ചത് ഒരു നല്ല നിലയിലേക്ക് തന്നെ എത്തിച്ചു അല്ല എന്നുള്ളതാണ്. നല്ല, ഞാൻ എപ്പോഴും വിശ്വസിക്കും എന്റെ ടേക്ക് ഓഫ് ആവുന്നേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഒരു ടേക്ക് ഓഫ് ആവുന്നു, എന്റെ സമയമാവുന്നു. ഇത്രയും വർഷം ഇങ്ങനെ 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 തന്നെ പോയി. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഞാൻ എന്നോടൊപ്പം എന്നെ ചെറിയ റോളും ഒക്കെ ചെയ്ത്, എന്നേക്കാൾ ചെറിയ റോളൊക്കെ ചെയ്ത് വെച്ചവരൊക്കെ എല്ലാം വലിയ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ പോയി. അപ്പോഴും ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വലിയ ടേക്ക് ഓഫ് ദൈവം തരും, അല്ലെങ്കിൽ എന്റെ പ്രേക്ഷകർ തരും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുള്ള സമയം വരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പാഷൻ അത്രത്തോളം ക്ലിയർ ആണെങ്കിൽ, ഡീപ്പായിട്ട് നമ്മൾ അത്രയും ആഗ്രഹിച്ചാണെങ്കിൽ അതിനു വേണ്ടി ഉറച്ചു നിൽക്കണം എന്ന് തന്നെയല്ലേ. തീർച്ചയായിട്ടും ഞാൻ എന്റെ സിനിമ എന്ന് പറയുന്ന എന്റെ കരിയറിൽ ഇത്രയും വർഷമായിട്ട് സിനിമ അല്ലാതെ വേറൊരു ബിസിനസ്സിലോട്ട് ഞാൻ പോയിട്ടില്ല. പല ഓഫറുകളും വന്നാലും ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ. പല രാഷ്ട്രീയത്തിൽ നിന്നും പല പാർട്ടികളിൽ നിന്നും ഒക്കെ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ വളരെ സ്നേഹത്തോടെ പറയും, എനിക്ക് രാഷ്ട്രീയക്കാരനാവാൻ അറിയില്ല, എനിക്ക് അങ്ങനെ അറിയില്ല, ഞാനൊരു കലാകാരനാണ്, എനിക്ക് അങ്ങനെ തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിലേക്ക് ഞാൻ വേറൊരു അല്ലെങ്കിൽ വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, എൻ്റെ ഇപ്പോൾ ഫാദർ ലോ ആണെങ്കിലും ഫാദറൊക്കെ വലിയ ബിസിനസ് നോക്കുന്നവരാണ്. അതിലേക്ക് പോലും ഞാൻ, എൻ്റെ അനിയനിപ്പോൾ മരിച്ചിട്ട് കുറച്ച് അവനായിരുന്നു കൂടുതൽ ബിസിനസ് ചെയ്ത് നോക്കുന്നത്. എങ്കിൽ പോലും ഞാൻ അപ്പോഴും സിനിമ തന്നെയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കൂടോത്രം എന്ന് പറഞ്ഞ സിനിമ അനിയൻ മരിച്ചതിന് ശേഷം തുടങ്ങിയ സിനിമയാണ്. അപ്പോഴും വേണമെങ്കിൽ എനിക്ക് കൂടോത്രം എന്ന് പറഞ്ഞ സിനിമ മാറ്റി വെച്ച് എൻ്റെ അപ്പൻ്റെ കൂടെ ബിസിനസ്സിലേക്ക് പോകേണ്ടതാണ്, ശരിക്കും പോകേണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് സിനിമ എന്നുള്ള എനിക്കൊരു ടേക്ക് ഓഫ് എടുക്കണം, ഒരു ടേക്ക് ഓഫ് ഉണ്ടാവണം. എൻ്റെ സിനിമ എന്ന് പറയുന്നത് ഓക്കെ കള്ളാലോ പരിപാടികൾ, ഞങ്ങളൊരു ആക്ടാണ് എന്നൊക്കെ പല സിനിമകളൊക്കെ പറഞ്ഞു അല്ല, അതിനേക്കാൾ വലിയൊരു ഇതിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ചേട്ടാ, എന്താണ് ചേട്ടന്റെ ആഗ്രഹം പോലെ ചേട്ടന്റെ ഈ ഒരു പാഷൻ എനിക്കും ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പിറേഷൻ തരുന്നുണ്ട്. ലൈക്ക് ആ ഒരു നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ 100% ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലേക്കുള്ള പഴയ ആക്ടേഴ്സിനൊക്കെ നോക്കിക്കോ. ഈ പറയണ എന്താ പറയാ, നസീർ സാർ ഭയങ്കര സുന്ദരനായിട്ടുള്ള ഒരാളായിരുന്നു. എല്ലാം ഒരു ഹീറോയ്ക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ടായിരുന്നു ഇല്ലേ. സത്യം മാഷ് എന്ന് പറയുന്ന ഒരാൾ, ദ ലെജൻഡ് ആക്ടർ ഉണ്ടായിരുന്നു സത്യം മാഷ്. അതുപോലെ എത്ര പേര്, ഇപ്പൊ കലാമണി ആവട്ടെ, ഇന്ദ്രൻ ചേട്ടൻ ആവട്ടെ, അത് അവരുടെ ഒരു പാഷൻ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര സൗന്ദര്യവും അല്ലെങ്കിൽ അങ്ങനെ ഇതും അങ്ങനെയൊന്നുമില്ല. ടാലന്റ്, പാഷൻ, പ്രേക്ഷകരുടെ സപ്പോർട്ട്, കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് നിന്ന് പോകാൻ പറ്റും സിനിമയിൽ. വലിയ മിറാക്കിൾ ദൈവം മുമ്പിൽ കൊണ്ടെത്താറും. വലിയൊരു മെസ്സേജ് ആണ്. എനിക്ക് ഭയങ്കര ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ചേട്ടന്റെ സിംഗിൾ ഇന്റർവ്യൂ എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇന്റർവ്യൂ ഇത്ര സംസാരിച്ചു. സത്യം എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഭയങ്കര ഒട്ടും ചെറുതായിരിക്കില്ല. എന്ത് ചെയ്യുന്നു ഇപ്പോ അറിയാൻ അതും കൂടെ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. സാധാരണ എല്ലാവരും ഇന്റർവ്യൂ കൂടി എന്ത് ചെയ്യുന്നു, എന്താണ് പാഷൻ? ഞാനിപ്പോ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എന്റെ മീഡിയ തന്നെയായിരുന്നു എന്റെ ഒരു നല്ലൊരു രീതിക്ക് എത്തണം എന്ന് തന്നെയായിരുന്നു എന്റെയും ഒരു പാഷൻ. അപ്പൊ ഞാനിപ്പോ ഇത് എന്റെ സ്വന്തം ചാനലാണ്. ഞാനിപ്പോ 1 month ആയിട്ടേ ഉള്ളൂ ലോഞ്ച് ചെയ്തിട്ട്. ചാനലിന്റെ പേര് BTF നെറ്റ്വർക്ക്. ഓൾ ദ ബെസ്റ്റ്, നന്നായി വരട്ടെ. വലിയ എന്നെ പോലത്തെ ചെറിയ ആക്ടേഴ്സിനെ അല്ലാണ്ട് വലിയ ലെജൻഡുകളായിട്ടുള്ള വലിയ ആക്ടർമാരെയും വലിയ ഡയറക്ടർമാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനും അവരിൽ വരുന്ന പ്രോജക്റ്റിൽ ഭാഗമാകാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം. പ്രേക്ഷകർക്ക് ഒരു വയനാടൻ കഥ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കുറച്ച് തിയേറ്ററുകൾ അവർ ചെയ്യുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതർ ലാംഗ്വേജുകളാണ് കൂടുതലും നോക്കുന്നത്. എൻ്റെ വരാൻ പോകുന്ന സിനിമ കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയും തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. താങ്ക് യു വെരി മച്ച്.